പടത്തില് അജു അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. അതെ അതെ, പേരിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എന്താ വെച്ചാൽ ഞാൻ വേറൊന്നുമല്ല, എനിക്ക് നമ്മളുടെ ഈ വർഷത്തിലോ 2 വർഷത്തിലോ കൂടുമ്പോഴേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലേ. ഇതിന് മുമ്പ് സെൽഫിയാണ് നമ്മൾ ചെയ്ത്. കപ്പിയാർ ഈ പറയുന്ന പോലെ എല്ലാവരും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ വരുമ്പോൾ 1-2 വർഷം കൂടുമ്പോഴേക്കേ ഉള്ളൂ. അപ്പം അത് ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഇതിൽ നോബിളുണ്ട്, ഗ്രെഗിൻ്റെ തീർച്ചയായിട്ടും ഇത് അതും നമുക്ക് അറിയാൻ നന്നായി. എനിക്ക് ആ ഒരു വെക്കേഷൻ മിസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സിനിമയിൽ റോൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് വലിയൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. കാര്യം ഒരു മാറ്ററേ അല്ലായിരുന്നു. അപ്പോൾ വെറുതെ വന്ന് നിൽക്കാൻ ഇപ്പം നോബിളിനോട് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ബുദ്ധിമുട്ട്, ചിലവ്, എന്തെങ്കിലും ഒരു പേരിൽ അവിടെ കയറിക്കൂടണം, പറന്ന് കയറണം, പിന്നെ തിരിച്ചു വിടില്ല. ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ള പണി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എളുപ്പമുള്ള പണി എന്ന് വിചാരിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലോ. അവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു, കട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയി, ആർട്ടിസ്റ്റ് കംഫർട്ട് എന്നാണ് ഞാൻ ഇട്ടിരുന്ന പേര്. അത് എന്ത് വേണം, ചായ വേണോ, കാപ്പി വേണോ, എന്താ നിനക്ക് എവിടെയെങ്കിലും പോകണോ, നിനക്ക് എന്താ ഇവിടെ കറങ്ങാൻ പോകണ്ടേ, അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ചെന്നിട്ട് ശേഷം സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഫസ്റ്റ് ഫ്ലൈ എന്ന ടീം എന്ന് പറഞ്ഞാൽ ഇപ്പം വിനീത്, ജോമോന്, ഹാരിസ് ഖാൻ, ഞാൻ, എത്രയും പേരേ ഉള്ളൂ എൻ്റെ ഓർമ്മ, പ്രീതേട്ടൻ, ഇത്രയും പേര്. അതെ, അതൊക്കെ ഒരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അത് ഇന്ന് ഞാൻ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇട്ടു ഫേസ്ബുക്കിൽ. കാര്യം ജേക്കബിലോട്ടുള്ള യാത്ര തുടങ്ങിയ ഒരു വെളുപ്പിനെ 4 മണിക്കത്തെ ഫ്ലൈറ്റിലാണ്. അവിടെ എത്തി, നെക്സ്റ്റ് ഡേ തന്നെ എത്തി, അപ്പം തന്നെ 4 മണിക്ക് സൂര്യനെ കാണുന്ന ഡെസേർട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് 4 മണിക്കാണ് ഈ ഫസ്റ്റ് ഡേ ആയിരിക്കുമല്ലോ. അടുത്ത ദിവസം ഷൂട്ട് തുടങ്ങുകയാണ് ഒരു 3 ദിവസം കഴിഞ്ഞാൽ. അപ്പം ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊരു 6 മണിക്ക് പോയാൽ മതി, 5 മണിക്ക് പോകണം. അപ്പം എനിക്ക് മനസ്സിലായി, പാളി തുടങ്ങി. ഈ പണി ഇനി തുടരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, എക്സ്പയറി കഴിഞ്ഞു. അപ്പൊ ഇനി ആ കൊതിയും തീർന്നു, എല്ലാം തീർന്നു. ഞാൻ അഭിനയിച്ചോളാം. സംവിധാനം ചെയ്യാനേ എന്തൊരു പാടാ സംവിധാനം ചെയ്യാൻ. പിന്നെ ആർട്ടിസ്റ്റുകളുടെ മനസ്സ് നോക്കണം, സന്തോഷം നോക്കണം, അവരുടെ പെർഫോമൻസ് നോക്കണം, പ്രൊഡ്യൂസർ സന്തോഷിച്ചിരിക്കണം, പ്രൊഡ്യൂസറിനെ ബുദ്ധിമുട്ടിക്കരുത്, അതേപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ ഒക്കെ. എനിക്ക് പറ്റില്ല, അല്ല സത്യസന്ധമായിട്ട് പറയാം, അത് വെരി റിസ്ക്കിയാണ്. അത് ഒരുപാട് ഉത്തരവാദിത്വ ബോധവും മെച്യൂരിറ്റി ഉള്ള ഒരാൾക്ക് പറ്റത്തുള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ വേണമെങ്കിൽ പ്രൊഡക്ഷൻ ടീമിലെ ഞാൻ ആദ്യമേ ക്ലിയർ ആക്കും, ഇതേ ചെയ്യൂ, അപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്, ആളെ വെച്ച് വണ്ടി കയറ്റി വിടാം, അവിടുന്ന് വരാം, ഭക്ഷണം എന്ന സ്ഥലത്താണ് ഏൽപ്പിക്കുക. മെനു ഞാൻ ഇതിൽ മൊത്തം. അതെ, നമ്മുടെ മലർവാടി തൊട്ടേ അറിയാവുന്ന ബാബുവേട്ടനും രഞ്ജുവേട്ടനും ഒക്കെയാണ് നമ്മളുടെ ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പം സുഹൃത്തുക്കളായ ഇപ്പം വിനോദേട്ടനും ഷാഫിക്കയും ഹാരിസ്ക്കൊക്കെ ആയതുകൊണ്ട് അവർക്കും അതിൽ നമ്മളിപ്പോൾ പറഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല അങ്ങനെ ചെയ്ത്. പക്ഷേ ബാബുവേട്ടൻ ചോദിക്കും നാളെ എന്ത് വേണം, അപ്പോൾ എനിക്ക് ഇച്ചിരി ഫുഡിനോട് ഇച്ചിരി ആക്രാന്തം ഉണ്ടെന്ന്, നാളെ നമുക്ക് പുട്ടും ചിക്കൻ കറിയൊക്കെ ആക്കിയാലോ, ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ ആക്കിയാലോ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറെയും കൂടെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവണത മലയാളം ഫിലിമിൽ വരണം. വേണ്ടേ ശരി. അപ്പൊ അടുത്തത് നോബിളിന്റെ ക്ലാസ്മേറ്റ് ആണ്. ക്ലാസ്മേറ്റ് അല്ല, കോളേജ് മേറ്റ്, ഹോസ്റ്റൽ മേറ്റ്. അപ്പം പിന്നെ ഇന്ന് നോബിൾ ആണ് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ പ്രൊഡ്യൂസർ. അപ്പം കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അതിൽ നമുക്ക് നടത്തായിരുന്നു. സത്യം, ഇതിങ്ങനെ ആവുന്ന അറിഞ്ഞിരുന്നു. അപ്പം പിന്നെ നോബിൾ കോളേജ് കാലഘട്ടത്തിൽ പിശുക്കനായിരുന്നു അല്ലേ? ഇപ്പോഴെങ്ങനെയാ ഇപ്പോഴും പിശുക്കൻ. അവിടെ വന്നപ്പം ഞാൻ കുറേ ഉണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തായി പോയി, നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇവന്റെ അനിയന്മാരും അനിയത്തിയും അപ്പയും അമ്മയൊക്കെ വന്നു, ആന്റി അങ്കിളൊക്കെ വന്നു. ബോണി പിന്നെ ഫസ്റ്റ് ഡേ ഉണ്ട്, വൈഫ്. അപ്പം ഞാനിങ്ങനെ എടുത്തു പറയണത് പ്രേക്ഷകർക്ക് മനസ്സിലാവരുത്, നമുക്കറിയാലോ. അപ്പം അനിയൻ വന്നു. അപ്പോൾ ഒരു അനിയൻ പാവം അസിസ്റ്റന്റ് ഡയറക്ടറായി പപ്പു എൻ്റെ കൂടെ യാതനകൾ സഹിച്ച് നിൽക്കണു പാവം.
അവനും ഞാനൊക്കെ ഒരു വൈ. അപ്പം ഫാമിലിക്ക് വന്നു. അപ്പോൾ കറങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. നോബിള് ഒരു റെന്റ് കാർ എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ബെൻസാ, ഓടിയാ, ഇന്നോവയാന്ന്. അവിടെ അവന് കൊള്ളാം, അവനൊരു മാറ്റവും ഇല്ല. അതാണ് നോബിൾ. പക്ഷെ അങ്ങനെയല്ല, ഭക്ഷണത്തിനൊക്കെ സ്പെൻഡ് ചെയ്യും. അവൻ്റെ നല്ല ക്വാളിറ്റിയാണ് അത്. ഞാൻ നോക്കിയിട്ട് നമ്മൾ ഇന്ന് മുടക്കേണ്ട സ്ഥലത്തെ കാശ് മുടക്കാവും. സ്പെൻഡ് ത്രിഫ്റ്റ് അല്ല, അത് നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ കളിയാക്കാൻ വേണ്ടി പറയുന്നല്ലാതെ എനിക്ക് തോന്നി എവിടെയും അങ്ങനെ പ്രൊഡക്ഷനിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ള ഒരു സംഭവങ്ങളൊന്നും സിനിമയുടെ ഞാനും നമ്മളവിടെ പ്രൊഡക്ഷനും നമ്മൾ ഫ്രീ ടൈമിൽ നമ്മൾ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു കാര്യം ചെയ്യാതിരിക്കുക. നോബിളിനെ വിളിച്ച് പറ, പോലീസ് ഫൈൻ ഇട്ടു 5000 ദിറം. അപ്പം നോബിളെ പോലീസ് ഫൈൻ ചെയ്തു 5000 ദിറം. അയ്യോ ഫൈനോ, കൊടുക്കരുത്, ഒരു 2000 പറ്റുള്ളൂ എന്ന് പറയാം. പറ്റില്ല, ഒരു 2500. എടാ നടക്കില്ല, 3000 കൂടുതൽ പറ്റില്ല. അപ്പം ഞാൻ കട്ടിട്ടെ, ഹാരിസ്ക 3000 രൂപ ഫൈൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിച്ചോ. സുഹൃത്തുക്കളായാലും ഇങ്ങനെ വേണം. അപ്പം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നിന്നെ ഞാൻ എന്തായാലും അസിസ്റ്റന്റ് ആക്കുന്നില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കുന്നില്ല, അഭിനയിച്ചിട്ട് നീ പൊക്കോ. അല്ല പിന്നെ പക്ഷെ ഓൺ എ സീരിയസ് നോട്ട്, ഈ പറഞ്ഞ പോലെ ജോമോനാണെങ്കിലും നമ്മുടെ ധനഞ്ജയ്, ഗണേഷ്, എത്ര പേരല്ലേ, പിന്നെ ഈ പറഞ്ഞ പോലെ പപ്പു, അങ്ങനെ പ്രജിത്തേട്ടൻ, അങ്ങനെ പ്രജിത്തേട്ടൻ. നമുക്ക് എന്താ അറിയോ, പ്രജിത്തേട്ടന് മസ്റ്റായിട്ട് ഇതിൽ പറയേണ്ട കാര്യം, പ്രജിത്തേട്ടൻ ഇന്ന് അതിന് വരേണ്ട ഒരു കാര്യമില്ല. പ്രജിത്തേട്ടൻ സെൽഫി പോലത്തെ ഒരു സിനിമ ചെയ്തിട്ട് അടുത്ത ലാൽ സാറിന്റെ പടം ചെയ്യാം. ലാൽ സാറിന്റെ പടം ചെയ്യാം. അപ്പം അത് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ നമ്മളുടെ റിക്വസ്റ്റ് പ്രജിത്തേട്ടനും ആഗ്രഹമാണ്. അപ്പോൾ എനിക്കൊന്ന് വിനീത് പ്രത്യേകം പ്രജിത്തേട്ടനോട് പറഞ്ഞിരുന്നു, സെറ്റിൽ വരരുത്, ചാർട്ടിങ് മാത്രം ചെയ്താൽ മതി. പിന്നെ ലൊക്കേഷൻസ് അത് പ്രജിത്തേട്ടൻ മിക്കതും നമുക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് നോബലിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. പ്രജിത്തേട്ടൻ ലൊക്കേഷൻസ് ഫൈൻഡ് ചെയ്തെടുത്ത് പലതും വളരെ എക്കണോമിക്കലായിരുന്നു. അപ്പം ഞാൻ പ്രജിത്തേട്ടനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് എൻ്റെ പണി വരും. അതായത് ഈ പാസിങ് ഒരു ഐഡിയ ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ പ്രജിത്തേട്ടൻ സെറ്റ് വരികയും ചെയ്യും. പിന്നെ പറയും, പ്രജിത്തേട്ടൻ നിങ്ങളിതിൽ പുല്ലിയല്ലേ, പ്രജിത്തേട്ടൻ പാസിങ് കിട്ടോ. ഞാൻ പ്രജിത്തേട്ടൻ പണി കൊടുത്തു. പക്ഷേ പ്രജിത്തേട്ടന് ഒരുപാട് എന്താ പറയുക, വലിയ മനസ്സാണ്. അല്ലെങ്കിൽ ഇന്നൊരു സംവിധായകൻ ഇൻഡിപെൻഡൻ്റ് ആയി ആ സിനിമ 100 കോടി 10 കോടി മേലെ കളക്ഷൻ കിട്ടിയൊരു സിനിമയുടെ സംവിധായകൻ ഒരിക്കലും കോ ഡയറക്ടർ എന്നുള്ളൊരു ഒരു സിനിമയ്ക്ക് വേറെ വരില്ല. ഈവൻ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് പ്രജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തായി? ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് ഡണ്ണാണ്, ഇന്നത്തോടെ തീരണം, എനിക്കൊന്ന് വന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വന്നോ കണ്ടു. അങ്ങനെ പ്രജിത്തേട്ടൻ വന്നു, പടം മുഴുവൻ കണ്ടു, പ്രജിത്തേട്ടന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പ്രജിത്തേട്ടൻ വന്നു കണ്ടു. പിന്നീട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് DTS മിക്സിങ്ങിന് പോയപ്പം 2-3 ദിവസം കഴിയുമ്പോൾ പ്രജിത്തേട്ടൻ അവിടെയും